ഇതിനു വേണ്ടി ആ ഫീ പേയ്മെൻറ്റിൽ സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് റീടെസ്റ്റ് ഫീസ് എന്ന് പറഞ്ഞ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. റീടെസ്റ്റ് ഫീസ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കാണിക്കും. അപ്പോൾ അത് നമ്മൾ ബാങ്ക് ട്രഷറി സെലക്ട് ചെയ്തിട്ട് ക്യാപ്ച കൊടുത്തിട്ട് നേരെ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സെക്ഷനിലേക്ക് പോകും. അവിടെ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുക. ഈ വരുന്ന GRN നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇൻ കേസ് പേയ്മെൻറ്റ് എന്തെങ്കിലും ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ട്രഷറിയുടെ സൈറ്റിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു GRN നമ്പർ ആവശ്യമായിട്ട് വരും. പേയ്മെൻറ്റ് സക്സസ് ആണെങ്കിൽ പേയ്മെൻറ്റ് സക്സസ് എന്നൊരു സ്ക്രീൻ വരും. അതിൽ തന്നെ പ്രിൻ്റ് റെസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് റെസിപ്റ്റ് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ടെസ്റ്റ് ഡേറ്റ് എടുക്കുക എന്നതാണ്. അതിനായിട്ട് അപ്പോയിൻമെൻറ്റ്സിനകത്ത് LL ടെസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിങ്ങനെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ആപ്ലിക്കൻസിൻ്റെ ഡീറ്റെയിൽ എല്ലാം അവിടെ കാണിക്കും. അത് കറക്റ്റ് ആണെങ്കിൽ പ്രൊസീഡ് ടു ബുക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു കലണ്ടർ പോലുള്ളൊരു സ്ക്രീൻ വരും. അതിൽ നിന്ന് ഡേറ്റ് സെലക്ട് ചെയ്യണം. ഇതിൽ നിന്ന് ഏത് ഡേറ്റിലാണോ അതിലേക്ക് പോകാൻ പറ്റുന്ന ഡേറ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്ക്രീനിൽ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഒരു OTP, ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഒരു OTP പോകും. ആ OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഡേറ്റ് ബുക്ക് എന്നുള്ള കൺഫർമേഷൻ മെസ്സേജ് ഫോണിലും വരും. അതേപോലെ ഒരു പ്രിൻ്റ് ഔട്ട്, അപ്പോയിൻറ്റ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടെ പോകാനായിട്ട്, RTO ഓഫീസിൽ പോകാൻ. സ്വന്തമായിട്ട് ഓൺലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഈ സേവാ കേന്ദ്രത്തെ സമീപിക്കാവുന്നതാണ്.